പിന്നെ പ്രസിദ്ധമായ ഹദീസിൽ ഇങ്ങനെയുണ്ട്, 4 ചോദ്യം, കബറിൽ ചോദിക്കപ്പെടുന്ന 4 ചോദ്യം പറഞ്ഞിട്ടുണ്ട്. നിന്റെ റബ്ബ് ആരാന്ന് ചോദിക്കും. സത്യവിശ്വാസി പറയും എന്റെ റബ്ബ് അല്ലയാണെന്ന്, അചഞ്ചലമായി പറയും. ഈ ആളാരാന്ന് കാണിച്ചു നോക്കും റസൂലുള്ളാഹിനെ, ഇത് അള്ളാന്റെ റസൂലാണ് പറയും മോമിനികൾ. അപ്പൊ ചോദിക്കൽ ഒമാ ഇൽമുക്ക, നീ പഠിച്ചത് എന്താണ്? അപ്പോൾ മോമിന് പറയൽ കറത്തു കിതാബ് അല്ലാഹി, ഞാൻ അള്ളാന്റെ കിതാബാണ് പഠിച്ചത്. ഇപ്പൊ എത്ര ചോദ്യമായി? 3 ആയിട്ടുള്ളൂ. ഒന്നിന്റെ റബ്ബ, നിന്റെ ദീൻ ഏതാന്ന് ചോദിക്കും, ഇസ്ലാമാണെന്ന്. പിന്നെ റസൂലുള്ളാഹിനെ കാണിച്ചു കൊടുക്കും. ഖബറിലേക്ക് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ചില മഹാന്മാരൊക്കെ അടിയത്തെ ഖബർ ഒരാൾക്ക് എഴുന്നേൽക്കാൻ മാത്രം ആയത്തിൽ കുഴിക്കണമെന്ന് വസിയത്ത് ചെയ്ത ആളുകൾ. കീ കുജി എന്നൊക്കെ പറയില്ലേ നമ്മള് പയറ് പറിച്ചില്, 2 കുയ്യാണല്ലോ. അത് എന്തിനാ നിങ്ങളെ ഒരാൾക്ക് നീച്ചിക്കാൻ മാത്രം? റസൂലുള്ളാഹിനെ കാണുമ്പോൾ നീച്ചിക്കാനേ, റസൂലുള്ളാഹിനെ കാണിച്ചു കൊടുക്കും ഖബർ, അപ്പൊ എഴുന്നേൽക്കാൻ വേണ്ടി. അങ്ങനെ പറഞ്ഞ മഹാന്മാരൊക്കെ കിതാബിൽ പറയുന്നുണ്ട്. റസൂലുള്ളാഹിനെ കാണിച്ചു കൊടുക്കും എല്ലാ ഖബറും. ഈ ആളാരാന്ന് ചോദിക്കുമ്പോൾ സത്യവിശ്വാസികൾ പറയും നിങ്ങളെ റസൂലാണ്. മുനാഫിക്ക് എനിക്കറിയില്ല, എനിക്ക് ഇയാളറിയില്ല. മുമ്മിന് എങ്ങനെ അറിയാതെക്കണ്? എന്നാളിപ്പോ നമ്മളെ കൂട്ടത്തിൽ ആരാ ചോദിച്ചല്ലോ കൊയാമോ, ഈ വിരല് ഈമ്പല് സുന്നത്തുണ്ടല്ലോ, എങ്ങനെയാണ് ഈമ്പേണ്ട രീതി എന്ന് ചോദിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് വിരല് ഈമ്പല് റസൂലുള്ളാഹിന്റെ സുന്നത്താണ്, എങ്ങനെയാണ് ഈമ്പേണ്ടത് എന്ന്. അപ്പൊ ആ ആളെന്താ ചെയ്യണത്? ഒക്കെ റസൂലുള്ളാഹി പറഞ്ഞവർക്ക് ചെയ്യാണ്. അതിൽ എത്ര ജാഗ്രത ഉണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഉറങ്ങണത് അങ്ങനെ, ഉണരണത് അങ്ങനെ, ഭക്ഷണം കഴിക്കണം അങ്ങനെ, വസ്ത്രം ധരിക്കണം അങ്ങനെ, വീട്ടിൽ നിന്ന് ഇറങ്ങണത് അങ്ങനെ, വണ്ടി കയറണത് അങ്ങനെ, യാത്ര അങ്ങനെ, ജോലി അങ്ങനെ, അവസാനം ഉറങ്ങണതും അങ്ങനെ. 6 മണിക്കൂർ ഉറങ്ങൂലേ അയാൾക്ക്? അതുപോലും വിവാദിക്കാറ് 6 മണിക്കൂർ. ബിസ്മിക റബ്ബി വലായത്ത് ജംബി എന്നൊക്കെ പറഞ്ഞ് ഒന്നുകൊടുത്ത് കിബിലക്ക് തിരിഞ്ഞ് കബറിൽ കടത്തന്മാർക്ക് കിടക്കുകയാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് നാളെ റസൂലുള്ളാഹിനെ കാണുമ്പോൾ അറിയില്ലേ? അതേമാർക്ക് ഇവിടെ സെൽഫി എടുക്കണവർക്കൊക്കെ ചിലപ്പോൾ ബേജാറായിക്കാരം. സെൽഫി എടുക്കണവർക്കും കരിമാജിക്ക് മനസ്സിലായില്ല. മൂന്ന് പറയും ഇത് ഞങ്ങളെ റസൂലാന്ന് പറയും. 4-മത്തെ ചോദ്യം അമ്മ ഇൽമുക്ക, എന്തായിരുന്നു നീ പഠിച്ചത്? കറത്തു കിതാബ് അല്ലാഹി, ഞാൻ അള്ളാന്റെ കിതാബ് പറഞ്ഞൂടെ? ഓതലില്ലേ? സുബേസിച്ചിട്ട് എന്നും ഓതണം. ഞമ്മക്കായിട്ടൊരു ഖുർആൻ വേണം. ഞാനൊക്കെ ഫസ്റ്റ് പറഞ്ഞാണ്, ഞമ്മക്ക് സ്വന്തമായിട്ടൊരു ഖുർആൻ, അത് പള്ളിയിലാണെങ്കിലും വേണം, വീട്ടിലാണെങ്കിൽ വീട്ടിൽ നമുക്കായിട്ടൊരു മുസഫ് വേണം. അത് ഓതി അടയാളം വെക്കണം, വീണ്ടും ഓതണം. പിന്നെ ഖുർആനിൽ എന്താണ് അള്ളാഹുവിൽ പറയുന്നത്? എല്ലാ ആഴ്ചയും ഒരു ശ്രമങ്ങൾ 1-2 മണിക്കൂർ പഠിക്കും വേണം. അതാണ് ഹുദ, അതാണ് ഹുദ. ആ ഹുദ ഉണ്ടെങ്കിൽ എന്താ മെച്ചം? ദുനിയാവിലും മെച്ചമുണ്ട്, ആഖിറത്തിലും മെച്ചമുണ്ട്. അതില്ലെങ്കിലോ ദുനിയാവിലും മെച്ചല്ലേ? സമാധാനം ഒന്നുമില്ല. കോടിക്കണക്കിന് ഉറുപ്പിയൊക്കെ ഉണ്ടാവും, സമാധാനം ഉണ്ടാവില്ല. മറ്റേ കോടിയൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല, നല്ല സമാധാനം ഉണ്ടാവും. കോടികൾ ഉണ്ടായാലും സമാധാനം ഉണ്ടാവും, ഇല്ലെഞ്ഞാലും സമാധാനം ഉണ്ടാവും.